ഇപ്പൊ പറയാൻ പോണത് വിവാഹബന്ധം, വേർപെടല്, വിവാഹബന്ധം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ, വിവാഹം നടക്കാത്ത വീടുകള്, അതിനെ കുറിച്ചിട്ടാണ്. അതില് ഇപ്പൊ ചൊവ്വാദോഷമുള്ള ആൾക്കാര്, പാപജാതകം, ശുദ്ധജാതകം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു വീടാണെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇതൊരു പറമ്പാണെന്ന് വിചാരിക്കാം. ഇതൊരു പറമ്പാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്തൊരു വീടുണ്ടെന്ന് നോക്കി. അപ്പോ മാറ്റി വെച്ചു. ഈ ഭാഗത്തൊരു വീടുണ്ട്. നമ്മള് വീടിന്റെ ഈ ഭാഗത്തായിരിക്കും ഒരു വാതിൽ വെച്ചേക്കുന്നത്, കിഴക്കോട്ട്. ഇത് കിഴക്ക് കേട്ടോ. തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇങ്ങനെ. ഇതിന് ആഗ്നേയമൂല എന്ന് പറയുന്നത്. തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ആഗ്നേയമൂല. ഈ മൂലയാണ് ആഗ്നേയമൂല എന്ന് പറയുന്നത്. അപ്പോൾ അവര് ഈ ആഗ്നേയമൂലയിൽ കൂടെയാണ് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഡോർ, ഇതാണ് ഇവിടെ ഒരു പോർച്ചും സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലിറങ്ങിയിട്ട് ഇങ്ങനെ ആഗ്നേയത്തിൽ കൂടെയാണ് ഇവർ സഞ്ചരിക്കണമെന്നുണ്ട്. ഓക്കെ, ആഗ്നേയത്തിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാണ്. നോക്കി, അതിലുണ്ടാവും ഈ ആഗ്നേയമൂലയിൽ നമ്മൾ വീടിന്റെ ആഗ്നേയമൂലയിൽ വീട് ഇത് വെക്കുക, അല്ലെങ്കിൽ അതിലെ വഴി വന്ന് കയറുക, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഒരു വിഭാഗത്തിൽ കണ്ടേക്കുന്നത്. അതൊരു വിഭാഗം. വീടിനെ സംബന്ധിച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് തന്നെയാണ് വീടിന്റെ വാതിൽ നമ്മൾ ഇവിടെ തന്നെ വെച്ചു. അവർ യാത്ര ചെയ്യണത് പറമ്പിന്റെ ഈ വഴി കൂടെ ആയിരിക്കും. അപ്പൊ അതും ആഗ്നേയത്തിൽ കൂടെയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഭൂമി, ഇവർ കെട്ടിത്തിരിച്ച ഭൂമിയുടെ ആഗ്നേയത്തിൽ വാതിൽ വെച്ചിട്ട് കിഴക്ക് ആഗ്നേയത്തിട്ട്, ഇതാണ് കിഴക്ക പറഞ്ഞത്. ഈ ആഗ്നേയ മൂലയിൽ കൂടെയാണ് അവർ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ വീടിന് കുഴപ്പമില്ല, വീട് നടുക്കലാണ്. പക്ഷെ ഈ പറമ്പിന് അവർ ആഗ്നേയത്തിലാണ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്, അവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പറമ്പുണ്ടെങ്കിലും അവർ ഇതിന്റെ നേരെ ഇതിലിറങ്ങിയിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലെ നേരെ വെച്ച് കഴിഞ്ഞാലും ഇത്രയും സ്ഥലം ബാക്കിയുണ്ട്, അപ്പോഴും ഇത് ആഗ്നേയത്തിൽ കൂടെയാണ് പോണത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ വിവാഹത്തിന് തടസ്സങ്ങൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, അതൊരു കേസായി. ഇനിയിപ്പോ പറയണത് നമ്മളിവിടെ വാതിലുണ്ട്, ഇവിടെ ഇതുണ്ട്. അപ്പൊ വീട്ടില് ഒരു പഴയ വീടാണെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും കല്യാണമൊക്കെ നേരെയാണ്, കുഴപ്പമില്ല. ഇത് ആഗ്നേയത്തിൽ കൂടെ അല്ല വഴി വരുന്നത്, ഇപ്പൊ നേരെയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ സമയത്ത് ഇവര് ഇവിടെ ദോഷങ്ങളുള്ള ആളുടെ സമയമാകുമ്പോഴത്തേനും ഇവരെന്ത് ചെയ്യും? പറമ്പിന്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അവർക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു മക്കൾക്ക് ഭാഗം വെച്ചു കൊടുത്തു, ഈ ഭാഗം വെച്ചു കൊടുത്തു. അപ്പോ ഇങ്ങനെ ഇത്രയും പോയി, അല്ലെങ്കിൽ ഇത്രയും പോയി നോക്കി, ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്താണ് വന്നത്. അപ്പൊ ഇത് ഇത്രയും ഭാഗം കഴിഞ്ഞു. അപ്പൊ ഇവരുടെ ഭൂമി ഇത്രയും ഭാഗത്തിലായി മാറി. അപ്പൊ എന്ത് ചെയ്യും? ഈ വാതിലുണ്ടാവും, ഇവിടെ വീട് വെച്ച ആൾക്കാർ ഇതിൽ തന്നെ പോകും. അപ്പൊ ഈ വീട്ടുകാരൻ എന്തായി? ഇപ്പൊ അവരെ വീടിന്റെ ആഗ്നേയമൂലയിലായി, അവരെ പറമ്പിന്റെ ആഗ്നേയത്തിലായി വഴി. അവിടേക്ക് ഇത്രയും ഭാഗം ഇവിടെ ഉണ്ട്, ഇവിടെ കുറഞ്ഞു. അപ്പൊ ഭൂമിയുടെ വ്യത്യാസം വന്നില്ലേ? അപ്പൊ ഈ വ്യത്യാസത്തിൽ അവരെ എന്ത് പറ്റും? ഈ വീടിന്റെ ആഗ്നേയത്തിലായി വഴി, ഇത്രയും ഭാഗം പോയതോടുകൂടി. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കിട്ടും. അത് കഴിഞ്ഞിട്ട് അവസാന മക്കൾക്ക് കല്യാണം നടക്കാൻ പറ്റാണ്ടാവുക, അവിടെ പിന്നെ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളിൽ വന്നു പോകും. അങ്ങനെയാണ് വിവാഹത്തിന്റെ കൂടുതലും കണ്ടേക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. പിന്നെ അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം? അത് മാറ്റിയിട്ട് നമ്മളിപ്പോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇവർക്ക് ഇവിടെ ഒരു വാതിൽ വെക്കാം. എന്നിട്ട് ഈ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവർക്ക് ഈ ഭാഗത്തേക്ക് ഒരു ഗേറ്റ് വെക്കാം. അപ്പൊ എന്താ, ഈ വീടിന് ഇങ്ങനെ പോലായി. അല്ലെങ്കിൽ ഈ വീടിന്റെ വടക്ക് വശത്തോട്ട് ഇവിടെ നിന്ന് ഒരു വാതിൽ വെച്ചാൽ ഇതിന്റെ ഈ ദോഷങ്ങളിൽ കുറെ മാറിക്കിട്ടും. പൂർണ്ണമായിട്ടും മാറല്ല, ഈ വീടിന് വേണ്ടിയിട്ട് ഈ വടക്ക് വശത്തേക്ക് ഒരു വാതിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോഴും ഇതുകൾ കുറെ മാറിക്കാണാനായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കെട്ടിത്തിരിച്ച് പൂർണ്ണമായിട്ടും ഇത് ഈശാന്യ കോണത്തിൽ കൂടെ
അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൂടെ സഞ്ചാരം ഉണ്ടാക്കിയിട്ട് ഈ വീടിനെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന്റെ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോണതായിട്ട് കാണുന്നുണ്ട്. വിവാഹം പിന്നീട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്.